ഈശോയുടെ സ്നേഹം എപ്പോഴും വ്യക്തിപരമാണ്. അതുകൊണ്ടാണ് ഈശോ ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് കടന്നു വരുന്നത്. നമ്മളോടൊത്തായിരിക്കുവാൻ ഈശോയെ ഓരോ ദിവസവും സ്വീകരിക്കുന്ന, അവിടുത്തെ അനുകരിക്കുന്ന ക്രൈസ്തവരായ നമുക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മളുടെ ഇടവകയ്ക്ക് വേണ്ടി, നാം ജീവിക്കുന്ന നാടിന് വേണ്ടി, കർത്താവിനെ ഇനിയും അറിഞ്ഞിട്ടില്ലാത്ത മക്കൾക്ക് വേണ്ടി മുറിച്ച് വിളമ്പുവാൻ, മരണം വരെ മുറിക്കപ്പെടുവാൻ, ആത്മദാനം ചെയ്യുവാൻ കടമയുണ്ടെന്ന് ഈ നോമ്പുകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മളുടെ കഴിവുകളും നമ്മളുടെ അറിവുകളും നമ്മുടെ സമ്പത്തും നമ്മുടെ സമയവും ആരോഗ്യവും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ മുറിച്ചു വിളമ്പുമ്പോൾ ഈശോ നമ്മിൽ ജീവിക്കുന്നു. അത് മാത്രവുമല്ല, നമ്മളിലൂടെ ആരൊക്കെ കർത്താവിനെ അറിയുന്നുവോ അവരിലും നമ്മിലൂടെ ഈശോ ജീവിക്കുകയാണ് ചെയ്യുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 766 ഖണ്ഡികയിൽ പറയുന്നുണ്ട്, ദൈവം ആദത്തിന്റെ പാർശ്വത്തിൽ നിന്നും ഹൗവയെ സൃഷ്ടിച്ചു. ഈശോയുടെ പാർശ്വത്തിൽ നിന്നും തിരുസഭ രൂപം കൊണ്ടു എന്ന്. ആത്മാവിലുള്ള ഒരു ജീവിതമാണ് വിശുദ്ധ കുർബാനയിലൂടെ, ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ആത്മാവിലുള്ള ജീവിതം എന്ന് പറയുമ്പോൾ വിശുദ്ധ അഗസ്തീൻ പറയുന്നു, ഈശോയുടെ തിരുവിലാവിൽ നിന്നും ഒഴുകപ്പെട്ട ജലം കൃപയുടെ അടയാളമാണെന്ന്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 10-ാം തിരുവചനത്തില് സമറയാക്കാരി സ്ത്രീയോട് പറയുന്നുണ്ട്, ദൈവത്തിന്റെ ദാനം എന്താണെന്നും നിന്നോട് കുടിക്കാൻ ചോദിക്കുന്ന ആരാണെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ജീവന്റെ ജലം ചോദിക്കുകയും അവൻ നിനക്കത് തരുകയും ചെയ്യുമായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഉന്നതത്തിൽ നിന്ന് ലഭിച്ച ജലം മാമോദിസയിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ വീണ്ടും നാം കാണുന്നുണ്ട്, ഭൂമി രൂപരഹിതമായിരുന്നു, എന്നാൽ ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു എന്ന്. രൂപരഹിതമായിടത്ത് രൂപം നൽകുന്നതും ജീവനില്ലാത്തവയ്ക്ക് ജീവൻ നൽകുന്നതും പരിശുദ്ധാത്മാവാണ്. ഓരോ ജീവജാലത്തിനും, ജീവനുള്ള എല്ലാവർക്കും ദൈവം ഒരു ക്രമം ഏൽപ്പിക്കുന്നുണ്ട്, ഒരു ജീവിതക്രമം. കർത്താവിന് സമർപ്പിക്കപ്പെട്ട എന്നോട് സമർപ്പണ ജീവിതത്തിൻ്റെതായ ഒരു ക്രമം ദൈവം ചോദിക്കുമ്പോൾ, ഒരു ക്രമം പാലിക്കുവാൻ ഞാൻ കടപ്പെട്ടവളാകുമ്പോൾ കുടുംബജീവിതം നയിക്കുന്ന നിങ്ങൾക്കും ഇതുപോലെ ദൈവത്തിന്റെ മുമ്പിൽ ഒരു ക്രമം പാലിക്കാൻ കടമയുണ്ടെന്ന് നമുക്ക് ഓർത്തിരിക്കാം. അങ്ങനെ ജീവിക്കുവാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈശോ മരിച്ചു കഴിഞ്ഞ് എന്ന് അറിഞ്ഞിട്ടും പടയാളികൾ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുരി. ഈശോയുടെ മരണം ഉറപ്പുവരുത്തുവാൻ വേണ്ടിയായിരുന്നത്. എന്നാൽ ഈശോ പുതുജീവൻ നൽകുന്നതിന്റെ ഉത്ഭവമായി ആ അനുഭവത്തെ തീർത്തു. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ നാം പങ്കുചേരുമ്പോൾ ഇതുപോലെ ജീവിതത്തോട് വിശ്വസ്ത പുലർത്തുവാനും കർത്താവിന് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ മുറിക്കപ്പെടുവാനും സ്വയം ശൂന്യനാക്കിയ, മരണത്തോളം ഇല്ലാതായി തീർന്ന ഈശോയെ അനുകരിക്കുവാനും നമുക്ക് കടമയുണ്ടെന്ന് നമ്മുടെ ക്രൈസ്തവ ജീവിതം, തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മളുടെയൊക്കെ ജീവിതത്തില് തെറ്റിദ്ധാരണകളും സഹനങ്ങളും ഒക്കെ ഉണ്ടാകാം. ഒത്തിരിയേറെ ക്ലേശങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാകാം. അപ്രതീക്ഷിതമായ പരാജയങ്ങളും രോഗങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകാം. പക്ഷെ ഇതൊക്കെ ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന പൊതുജീവിതം
എത്ര അധികമാണെന്ന് നാം എല്ലാവരും അനുഭവത്തിലൂടെ കണ്ടെത്തിയവരാണല്ലോ. ഒരു ഉദാഹരണം ഞാൻ പറയുവാണെങ്കിൽ, ഒരു 2-3 ആഴ്ച മുമ്പ് ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടിയുടെ അമ്മ വളരെ പെട്ടെന്ന് മരണമടഞ്ഞു. ഭർത്താവിന്റെ അമ്മയെ നോക്കുവാൻ ഹോസ്പിറ്റലിലേക്ക് ബസ്സിൽ പോകുന്ന വഴിക്ക് ഒരു അസ്വസ്ഥതയുണ്ടായി, ഉടനെ തന്നെ മരിക്കുകയായിരുന്നു. വളരെയേറെ ദുഃഖത്തിലായിരിക്കുന്ന ആ കുടുംബത്തിൽ ആ മകനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഒരു 3-4 ദിവസം കഴിഞ്ഞ് എന്ത് പറയണമെന്ന് പോലും അറിയത്തില്ല, കർത്താവ് ഇടപെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിച്ചപ്പോൾ ആ മകൻ പറയാണ്, സിസ്റ്ററെ, എൻ്റെ അമ്മ, ഞങ്ങളുടെ അമ്മ, അമ്മയ്ക്ക് വേണ്ടി ഒരിക്കലും ജീവിച്ചിട്ടില്ല. അമ്മ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, ദൈവത്തിന് വേണ്ടി ജീവിച്ചു. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോയി കഴിഞ്ഞാൽ ശക്തി ലഭിക്കുമെന്ന് അമ്മ ഞങ്ങളോടും പറഞ്ഞു. അമ്മ അങ്ങനെ ജീവിച്ചു. അതുകൊണ്ട് അമ്മ ചേർത്ത് വെച്ച ആ വിശ്വാസം ഇന്ന് ഞങ്ങൾക്ക് ശക്തി പകരുന്നു എന്ന്. ഇതുപോലുള്ളൊരു വിശ്വാസമല്ലേ പ്രിയപ്പെട്ടവരെ നമുക്കും വേണ്ടത്? ഇതുപോലുള്ളൊരു വിശ്വാസ ജീവിതമല്ലേ, വിശുദ്ധ കുർബാനയോടുള്ള ഒരു സ്നേഹമല്ലേ, ദാഹമല്ലേ നമുക്കും വേണ്ടത്? അങ്ങനെയാകുമ്പോൾ കുടുംബത്തിന് വേണ്ടി എത്ര അധ്വാനിച്ചാലും മടുപ്പ് തോന്നുകയില്ല. ജോലി തിരക്കുകൾ ഉണ്ടെങ്കിലും ഇന്നോളം കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ നമ്മുടെ മാതാപിതാക്കൾക്ക് അടുത്തിരുന്ന് അവരെ ഒന്ന് ശുശ്രൂഷിക്കുവാൻ, അവർക്ക് ഒരു സ്നേഹത്തിന്റെ വാക്ക് സംസാരിക്കുവാൻ, അവരെ ഒന്ന് നോക്കുവാൻ, നമ്മുടെ സാമീപ്യം ഒന്ന് കൊടുക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം വിശുദ്ധ കുർബാനയായി തീരുകയാണെന്ന് നമുക്ക് മറന്നു പോകാതിരിക്കാം. വിശുദ്ധ കുർബാനയുടെ ഫലം നമ്മുടെ ജീവിതത്തിലൂടെ ഉണ്ടാവുകയാണെന്നും നമുക്ക് അറിയാം. ഞങ്ങളുടെ സ്ഥാപക പിതാവ് പറയുന്നുണ്ട്, പ്രാർത്ഥനയിലും എളിമയിലും സഹോദര സ്നേഹത്തിലും ജീവിച്ചുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തില്, ആ തിരുമുറിവില് പ്രവേശിച്ച് അവിടത്തേക്ക് പ്രിയപ്പെട്ടവരായി തീർന്ന് ആ തിരുമുറിവിൽ നിന്നും അനുഗ്രഹം നേടിയെടുത്ത് ലോകം മുഴുവനും കൊടുക്കുവാൻ, അങ്ങനെ പാപികളുടെ മാനസാന്തരവും ആത്മാക്കളുടെ രക്ഷയെ നേടിയെടുക്കുവാനും ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈശോയെ അനുകരിക്കുന്ന, ഈശോയെ സ്നേഹിക്കുന്ന, ഈശോയിൽ വിശ്വസിക്കുന്ന ക്രൈസ്തവരായ നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു കടമയുണ്ടെന്നും നമുക്ക് തിരിച്ചറിയാം. അതിനുവേണ്ടിയും കൂടി നാം വിളിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ, നാം വിശ്വാസത്തിൽ ആഴപ്പെടുന്നത് പോലെ ഈശോയെ അറിഞ്ഞിട്ടില്ലാത്ത ഒത്തിരി പേരുണ്ട്. ഈശോയുടെ സ്നേഹം അനുഭവിക്കാതെ കഴിയാതെ വിശ്വാസികളാണെങ്കിൽ പോലും ആ സ്നേഹം അനുഭവിക്കാതെ അകന്ന് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതൊക്കെ അവരുടെ കുറ്റം കൊണ്ടല്ല, അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാകാം, അവരുടെ കുറവുകൾ, ബലഹീനതകൾ കൊണ്ടാകാം. നമ്മൾ ആരും കർത്താവിനെ സ്വീകരിക്കുവാനോ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനോ യോഗ്യരല്ല. നമുക്കൊക്കെ ഒത്തിരി കുറവുണ്ട്. ദൈവത്തിന്റെ പരിസ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ആരാണ്? പക്ഷെ എന്താ ചെയ്യുന്നത്? ഈശോ അവിടുത്തെ ജലത്താല് നമ്മെ കഴുകി വിശുദ്ധീകരിക്കുകയും രക്തത്താല് നമുക്ക് വേണ്ടി പരിഹാരം ചെയ്ത് അവിടുത്തെ യോഗ്യതകളിലേക്ക് നമ്മെ ചേർത്ത് വെക്കുക ചെയ്യുന്നത്. അപ്പൊ ആ ഒരൊറ്റ യോഗ്യതയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു തിരിച്ചറിവോടുകൂടി നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് കർത്താവിനെ അറിഞ്ഞിട്ടില്ലാത്തവരും കർത്താവിനെ അറിയാൻ പറ്റാത്തവരും ഇരിക്കുന്നവരും, അറിഞ്ഞിട്ടും ആ സ്നേഹത്തിലേക്ക്, ആ കൃപയിലേക്ക്, ആ കരുണയിലേക്ക് കടന്നു വരാൻ പറ്റാത്തവരുമായ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മളുടെ പ്രാർത്ഥനാ നിമിഷങ്ങള് മധ്യസ്ഥ പ്രാർത്ഥനയുടെ നിമിഷങ്ങളാക്കാം. നമ്മളുടെ ജീവിതത്തിന്റെ ക്ലേശങ്ങള്, സഹനങ്ങള്, കഷ്ടപ്പാടുകള്, ജീവിതത്തിന്റെ മടുപ്പുകള് എല്ലാം ദൈവത്തെ എല്ലാവരും അറിയാനും നമ്മളും നമ്മുടെ കുടുംബത്തിലുള്ളവരും അതുപോലെ മറ്റുള്ളവരും കർത്താവിന്റെ സ്നേഹത്തിൽ വളരുവാനുള്ള, ഒരു പടി കൂടി വളരുവാനുള്ള ഒരു അനുഭവമാക്കി, ഒരു നിമിഷങ്ങളാക്കി തീർക്കുവാൻ വേണ്ടി അവയെ കാഴ്ചവെക്കാം. അങ്ങനെ ഈ നോമ്പുകാലത്ത് നമ്മുടെ ആത്മീയ ജീവിതം, കർത്താവിന് വേണ്ടിയുള്ള നമ്മുടെ ദാഹം, കർത്താവിന്റെ കരുണ അനുഭവിക്കുവാനുള്ള നമ്മുടെ ദാഹം നമുക്ക് തീർക്കുന്നതോടൊപ്പം ആ കരുണ മറ്റുള്ളവരിലേക്ക് പകർന്നവരുമായി തീരുവാൻ നമ്മെ ക്ഷണിക്കുന്നുണ്ട്. ഈശോയുടെ തിരുമുറിവിലേക്ക് പടയാളി വീണ്ടും നാം കാണുന്നുണ്ട്. ഈ പടയാളി ഈശോയുടെ പാശത്തിൽ കുത്തിയത് ഈശോ മരിച്ചു കഴിഞ്ഞു എന്ന് അറിയാം, എങ്കിലും വീണ്ടും കുത്തിയത് ഈശോയോടുള്ള വെറുപ്പും ഇഷ്ടക്കേടും ഒക്കെ ആയിരുന്നു. എന്നാൽ ഈശോ നൽകിയത് എന്താണ്? ഒരു സ്നേഹത്തിന്റെ ജീവനായിരുന്നു അവിടെ കൊടുത്തത്. അവന്റെ കണ്ണുകളിലേക്ക് സൗഖ്യം കൊടുത്തു എന്ന് ചരിത്രം പറയുന്നുണ്ട്.
അതേ ഒരു സൗഖ്യവും ആ ഒരു സ്നേഹവും ആ ഒരു കരുണയുമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മെ അപമാനിക്കുകയും തിരസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് നാം കൊടുക്കേണ്ടത്. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്കൊന്ന് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഈശോയുടെ തിരുമുറിവിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് ചേർത്ത് വെക്കാം. വന്നുപോയിട്ടുള്ള കുറവുകൾക്ക് മാപ്പ് ചോദിക്കാം. ഈശോയെ, നിന്റെ ഹൃദയത്തിനിണങ്ങിയവരായി, നിന്നെ കുത്തി മുറിവേൽപ്പിച്ചവരെ പോലും സ്നേഹിച്ച നിന്റെ ഹൃദയത്തിനിണങ്ങിയവരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആ ഒരു മനോഭാവത്തോടെ ഈ ഒരു സുഹൃത്ത് ജപം നമുക്ക് 3 പ്രാവശ്യം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര.